ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ ഗോതമ്പിൻ്റെ പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ എങ്ങനെയാണ് ഗോതമ്പിൻ്റെ പുട്ടിന് നനയ്ക്കുന്നത് നിങ്ങൾക്ക് കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം കുറച്ച് പൊടി എടുത്തിട്ടുണ്ട്. അത് നമ്മൾ സാധാ പുട്ടിന് നനയ്ക്കുന്ന പോലെ തന്നെ നനയ്ക്കാം. അതിനുശേഷം നമ്മൾ നനവൊന്നും ഇല്ലാത്തൊരു മിക്സി എടുത്തിട്ട് മിക്സിൻ്റെ ജാർ എടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് നനയ്ക്കാത്ത പൊടി ആദ്യം ഇത്തിരി ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നനച്ച പൊടി ഇതിൻ്റെ മേലേക്ക് ഇട്ടിട്ട് ഉപ്പിടാൻ മറക്കരുത്. അതിൻ്റെ നനച്ച പൊടി ഇട്ടതിന് ശേഷം അതിൻ്റെ മേലേക്ക് കുറച്ചും കൂടി നനയ്ക്കാത്ത പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് മിക്സിയിൽ രണ്ടേ രണ്ട് കറക്കം ഒന്ന് കറക്കിയെടുത്താൽ മതി, അധികം അടിക്കേണ്ട. അപ്പോൾ നമുക്കിതുപോലെ പൊട്ടുപൊടി കിട്ടും. നമുക്ക് കട്ടൊന്നും ഇല്ലാണ്ട് നല്ല തരി കിട്ടും. പക്ഷെ നല്ല നനവൊക്കെ ഉണ്ടാവും, പക്ഷെ കട്ട ഉണ്ടാവത്തില്ല. ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പുട്ടിന്. അപ്പം സാധാരണ ഞാൻ ചിരട്ടപ്പുട്ട് പോലത്തെ പുട്ടിനെ ഉണ്ടാക്കുന്നത്. പിന്നെ ഇത് അധികം സ്റ്റീം കൊള്ളിക്കേണ്ട. അധികം സ്റ്റീം കൊള്ളിച്ചിട്ടുണ്ടെങ്കിൽ കട്ടയാക്കും. അധികം ആവി വരാൻ നിൽക്കണ്ട, അധികം കട്ടയാക്കും. അതിന് കുറച്ച് ആവി മതി. അപ്പോൾ ഇങ്ങനെ ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ ഇങ്ങനെ ഗോതമ്പിൻ്റെ പുട്ടുണ്ടാകുമ്പോൾ കട്ട പോലെ വരുന്നെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോ.